എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താണ് സാറേ നിങ്ങളുടെ വണ്ടി ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നതെന്ന്. നമുക്ക് ഇതാ കാരണം, അല്ല വേറെ ഒന്നുമില്ല. അല്ല ഞാനങ്ങനെ എല്ലാ ദിവസവും ഒന്നും കഴുകാറില്ല, ആഴ്ച ഒരിക്കൽ കഴുകും, ഇത്രയേ ഉള്ളൂ. ഉണ്ട് ഇവിടെ നിന്ന് ഉണങ്ങിയിരുന്നെല്ലാം പോയി. ഒരു സ്ക്രാച്ചും ഉണ്ടാകത്തില്ല. ഒരു സ്ക്രാച്ചും ഇല്ല. അത് കൈയിട്ടൊന്നും ഒടിച്ചു നോക്കി, എന്തോ ഒരു ഷാർപ്പ്നെസ്സും ഇല്ല. ഉണങ്ങുന്നതിന് മുമ്പ് ഫ്രഷ് ചെയ്തിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് റിൻസിങ് എന്നാണ് പറയുന്നത്. കൈ നനയാതെ വണ്ടി കഴുകാം. എന്താ ഡ്രസ്സ് ചെയ്ത് പോലും പാന്നേരത്ത് പോലും വണ്ടി കഴുകാം. ഒരു തുള്ളി വെള്ളം പോലും അഴുക്കതിൻ്റെ ഷർട്ടിലൊന്നും വീണിട്ടില്ല. കൈ നനയ്ക്കണ്ട, കുനിയണ്ട. ഈ വീൽ കപ്പൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ കുനിഞ്ഞ് നടുവ് കളഞ്ഞാൽ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട. അതുപോലെ ഗ്രില്ല് തന്നെ ഈ റോഡിൻ്റെ പകുതിക്ക് താഴെയുള്ള ഭാഗം കുനിഞ്ഞെങ്കിലേ കൈ കൊണ്ട് തന്നെ കഴുകാനൊക്കെ ഒത്തില്ല. ഇതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചാഞ്ഞാൽ മതി. അപ്പോൾ കുനിയാതെ കഴുകാം. വെള്ളം വളരെ കുറച്ച് മതി. 20 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഇന്നോവ കാർ കഴുകാം. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സമയം വളരെ ലാഭമുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ ഏതുമായിക്കോട്ടെ, അത് ബസ്സോ കാറോ വാനോ എന്തോ ആയിക്കോട്ടെ, അത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം കഴുകി തീർക്കാൻ ഒക്കുന്നതായ, അധ്വാനം മറച്ചാവുന്ന, വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായ ഒരു എക്യുപ്മെൻറ്റാണിത്. ഇത് വളരെ ആകർഷകമായിരിക്കും ആളുകൾക്ക്, വണ്ടിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കും. ഈ കയ്യിലിരിക്കുന്ന ഉപകരണം കണ്ടോ, ഇത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ടൈമിൽ നമുക്ക് വാഹനങ്ങളെല്ലാം കഴുകാൻ പറ്റിയ ഒരു ഉപകരണമാണ് ഈ ഒരു ഉപകരണം. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് കുര്യൻ സാറാണ്. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം കണ്ടോ, നിങ്ങൾ വിചാരിക്കും ഇത് ചൂലാണ്. പക്ഷെ അത് ചൂലാണ്. പക്ഷേ ഈ ഒരു ഉപകരണങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനങ്ങൾ, കാറാവട്ടെ ബൈക്കാവട്ടെ, എന്തും നിമിഷ നേരങ്ങളിൽ, സെക്കൻഡ് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. ഉപകരണം കണ്ടുപിടിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലുള്ള കുര്യൻ സാറാണ്. സാറാണെങ്കിൽ KSB ഉദ്യോഗസ്ഥനായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ സാറ് റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. അപ്പം സാറ് കണ്ടുപിടിച്ചൊരു ഉപകരണമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. സാർ ഇവിടെ എന്തോ ഉപകരണമൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയുന്നതായിട്ട്. ഉപകരണങ്ങൾ പലതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പേറ്റന്റ് ഇപ്പോൾ കിട്ടിയതാണിത്. ഈ കാർ വാഷർ വളരെ എളുപ്പത്തിൽ കൈ നനയാതെ കുനിയാതെ വളരെ വേഗത്തിൽ വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ച് ഭംഗിയായിട്ട് കാർ കഴുകാനുള്ളൊരു സംവിധാനമാണിത്. 2024 എനിക്ക് പേറ്റന്റ് കിട്ടിയതാണ്. അതിൻ്റെ അപ്പം ഒരു പ്രൊഡക്ഷൻ തുടങ്ങുകയെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മാനുഫാക്ചറിങ് തുടങ്ങിയത്. ഇത് അഞ്ചലിലെ എസ്മാർട്ടിൽ ലഭ്യമാണ്. എസ്മാർട്ടിലുണ്ട്. ഇപ്പോഴും ഇന്നും 2 തവണ പോയെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് മാത്രമേ ഇതിപ്പോൾ ഇത്ര വർഷത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടല്ലേ? ഇത്ര വർഷത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ എനിക്ക് പേറ്റന്റ് ഉണ്ട്. പേറ്റന്റ് ഉള്ളതുകൊണ്ട് ഈ പേറ്റന്റ് പീരീഡ് കഴിയുമ്പോൾ 20 വർഷത്തെ പീരീഡാണത്. ആ കാലയളവിൽ വേറെ ആർക്കും ചെയ്യാനൊക്കത്തില്ല, ലോകത്താർക്കും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് അപ്പോഴേ സ്റ്റേ കിട്ടും, ആവശ്യപ്പെട്ട അപ്പോഴേ സ്റ്റേ കിട്ടും. കാരണം ഈ പേറ്റന്റ് എടുക്കാന്ന് വെച്ചാൽ, കണ്ടുപിടിക്കുക പേറ്റന്റ് എടുക്കാന്ന് വെച്ചാൽ ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണ്.